കോപ്പ അമേരിക്ക 2024 അതിൻ്റെ എല്ലാ മത്സരങ്ങളും അവസാനിച്ച് അതിൻ്റെ ഫൈനൽ ഡിസിഷന് ഫൈനലിലെ ഒരു റിസൾട്ടും മാത്രമാണ് ഇനി കാത്തിരിക്കുന്നതിലെ ഫുട്ബോൾ ഫാൻസ്. കോപ്പ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ ഒരുപാട് എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞു. ഉറുഗ്വൈ, കൊളംബിയനെ എടുത്തു വേണമെങ്കിൽ പറയാം. കൊളംബിയൻ്റെ ഭാഗത്തു നിന്നൊക്കെ വ്യത്യസ്തമായ അതേമാതിരി തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് ഈ ടൂർണമെൻറ്റിൽ കൊളംബിയൻ്റെ ഭാഗത്തു നിന്നൊക്കെ കണ്ടത്. അതേമാതിരി ഉറുഗ്വൈ ടീമിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. അതേമാതിരി തന്നെ നേരെ തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീലിൻ്റെ ഭാഗം തീരെ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാണ് ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ 2024 കോപ്പ അമേരിക്കൻ്റെ റിസൾട്ടിൽ ഉണ്ടായത്. നല്ലൊരു ടീം. അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിൻ്റെ കാര്യത്തിൽ പിന്നെ പറയണ്ടല്ലോ. ഫുട്ബോളിലെ എന്താ പറയുക എല്ലാ നേട്ടങ്ങളും നേടിയിട്ടുള്ളൊരു ടീമാണ് ബ്രസീൽ. അപ്പോൾ അതുപോലുള്ള ടീം ഇതുപോലുള്ള മത്സരങ്ങളിൽ അതിൽ ലാറ്റിൻ അമേരിക്കയിലുള്ള ടീമുകളോട് മാത്രം മത്സരിക്കുന്ന ഒരു ടൂർണമെൻറ്റിൽ നേരത്തെ പുറത്തായി പോകുക എന്നൊക്കെ പറയുമ്പോൾ അത് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫുട്ബോൾ കാണുന്ന സ്ഥിരമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവ് തന്നെയാണ് അല്ലേ. പ്രത്യേകിച്ച് ഫാൻസിനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രോളിൻ്റെ അങ്ങേ അറ്റാണ്. അർജൻറ്റീന ഫാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ പോലുള്ള ഫാൻസുകളൊക്കെ ട്രോളി അങ്ങേ അറ്റത്തേക്ക് എത്തിച്ചിട്ടുണ്ടാവും ടീമിന്, ഫാൻസിന്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ ബ്രസീലിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള പുറത്താകൽ ഇതിൻ്റെ കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ താരം നെയ്മർ എന്ന് മാത്രം ഇപ്പോൾ റിസൾട്ടിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. ബ്രസീൽ എന്തുകൊണ്ട് നേരത്തെ പുറത്തായി? അതിന് ഉത്തരം നെയ്മർ. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉത്തരം. കാരണം എല്ലാവരും നെയ്മറിനെ തിരഞ്ഞുകൊണ്ട് നടക്കുന്നത്. നെയ്മർ എവിടെ? നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ. സത്യം തന്നെയാണ്, നെയ്മർ ഇല്ലാത്തപ്പോഴാണ് നെയ്മറിൻ്റെ ആ ഒരു വിടവ് കണ്ടത്. നെയ്മർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്ലേ മേക്കർ റോളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസൾട്ട് അദ്ദേഹം കളിക്കളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മറ്റുള്ള എല്ലാ സഹകളിക്കാർക്കും ഒരു ആവേശം കൂടുതലാണ്. കാരണം ഡാൻസ് ചെയ്തിട്ടും അതുപോലെ ചിരിച്ചിട്ടും കളിച്ചിട്ടും എൻ്റർടൈൻമെൻറ്റഡ് ആയിട്ട് അദ്ദേഹം സീരിയസിൻ്റെ സമയത്ത് സീരിയസ് ആയിട്ടും അങ്ങനെ ഫുള്ള് ഒരു വെറൈറ്റി ഫീലിംഗ് ആക്കാനും ടീമിൽ മൊത്തം നിലവിലുള്ള ആളുകളൊക്കെ മൊത്തം അവർ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നല്ലൊരു രീതിയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. ആ ഒരു റിസൾട്ട് നമുക്ക് മത്സരത്തിലും കാണാം. അതാണ് നെയ്മറിൻ്റെ പവർ. നെയ്മർ ഉണ്ടെന്നുണ്ടെങ്കിൽ റിസൾട്ടൊക്കെ മറ്റൊന്നായാണ്. നെയ്മർ ഇല്ലാത്തപ്പോഴാണ് കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ മാതിരി. അത് കണ്ണുണ്ടാകുമ്പോൾ തന്നെ അറിയാം നമുക്ക് കണ്ണിൻ്റെ വില. നെയ്മർ ഇല്ലെങ്കിൽ എന്താക്കിയ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും പോയി. ഇനി പോയ വണ്ടിക്ക് കൈയാട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ നെയ്മറൊക്കെ തിരിച്ച് ടീമിലേക്ക് വന്ന് നല്ലൊരു കോച്ചിനൊക്കെ സെറ്റാക്കി തട്ടിമുട്ടി കോച്ച്. ഇപ്പോൾ കഴിഞ്ഞ കളീൻ്റെ ഒക്കെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിരിച്ച് പണ്ടാരടങ്ങും. അത് കഴിഞ്ഞിപ്പോൾ ബ്രസീൽ ഫാനാണെന്നുണ്ടെങ്കിലും കോച്ചുണ്ട്. ടീം ഓട്ടം കൂടിയ സമയത്ത് കോച്ചുണ്ട് പുറത്ത്. അതൊക്കെ ട്രോള് അനുഭവിക്കാനുള്ളത് ബ്രസീൽ ഫാൻസും ഓരോന്നും അവിടെ കാട്ടിക്കൂട്ടുക. അപ്പോൾ നല്ലൊരു കോച്ചിൻ്റെ ഒക്കെ കീഴിൽ നെയ്മർ ഉൾപ്പെടെയുള്ള ഒരു സ്ക്വാഡ് നല്ലൊരു 11 സെറ്റ് ആക്കിയാൽ അത്ര ഉള്ളൂ ഇപ്പോൾ ബ്രസീലിൻ്റെ പ്രശ്നം. അതോടെ തീരും. നെയ്മർ തിരിച്ചു വരിക, നല്ലൊരു കോച്ചിനെ കൊണ്ടുവരിക, ടീമിനെ ഒരു മികച്ച ലൈനപ്പ് ആക്കിയിട്ട് ആ ഒരു ടീമിനെ സെറ്റാക്കി നിർത്തുക. 2026 വേൾഡ് കപ്പൊക്കെ എങ്കിലും അതോടൊപ്പം ഇനി ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യം ബ്രസീലിന് അത് മാത്രമുള്ളൂ ചെയ്യാനും. ഒറ്റ തരം താന്നിട്ടൊന്നുമില്ല. ഫാൻസ് പറയണ ട്രോളിലൊക്കെ മറ്റുള്ള ഫാൻസ് പറയണ മാതിരി ബ്രസീൽ 2 കളി തോൽക്കുമ്പോഴത്തേന് പറ്റണ് താത്തി പറയും ബ്രസീലിന്. കാരണം ബ്രസീലിൻ്റെ ലെവൽ അതായിരുന്നു, ബ്രസീലിൻ്റെ ലെവൽ അതാണ്. അതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസം അല്ലെങ്കിൽ ചെറിയ ട്രോളാനുള്ള ഒരു അവസരം വരുമ്പോൾ പോലും ട്രോളുന്നത്. നെയ്മർ തിരിച്ച് വന്നുകാണ്ട് നല്ലൊരു കോച്ചിൻ്റെ കീഴിൽ നല്ലൊരു ടീമിനെ സെറ്റാക്കി അതോടെ പ്രശ്നം തീരും എന്നുള്ളതാണ് 100% ഉറപ്പാണ്. അപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ടീം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടീം. ഇപ്പോൾ ഈ കോപ്പ അമേരിക്കൻ്റെ ഫൈനലിൻ്റെ കാര്യത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ കൊളംബിയ അർജൻറ്റീനയാണ് ഫൈനൽ എന്ന് പറയുമ്പോൾ കൊളംബിയനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നമാണ്. ജെയിംസ് റോഡ്രിഗസിനെ പോലുള്ള നല്ല താരങ്ങളൊക്കെ ഉള്ള ടീമാണ്. പക്ഷേ അവർക്ക് ഫൈനൽ യോഗ്യത ഒന്നും അങ്ങനെ കിട്ടലില്ല. അപ്പോൾ അവർ ഫൈനലിലേക്ക് വന്നപ്പോൾ അവരുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബോളുണ്ടാവും ടീം. അതിപ്പോൾ ഞാൻ ബ്രസീലിനോട്ട് കളിക്കുമ്പോഴാണെങ്കിലും അർജൻറ്റീനോട്ട് കളിക്കുമ്പോഴാണെങ്കിലും പല ഭാഗത്തും നല്ല ഫോളുണ്ടാവും. അത് ഉറപ്പാണ്. അതൊക്കെ പ്രതീക്ഷിക്കാണ്ട് അർജൻറ്റീന ഇറങ്ങും. അർജൻറ്റീന കുറവൊന്നുമില്ല. ടീപ്പോൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അത് കളിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് അങ്ങോട്ടും ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ കൊളംബിയനെ പ്രത്യേകിച്ച് എടുത്ത് പറയണം ഫോളിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവർക്കൊക്കെ ഒരു സ്വപ്ന ഫൈനലാണ്. ജെയിംസിൻ്റെ ഒക്കെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹമൊക്കെ മുന്നൊരു വേൾഡ് കപ്പിൽ തിളങ്ങി ആ ഒരു തിളക്കത്തിൽ റയൽ മാഡ്രിഡിലേക്ക് പോയി. പിന്നെ അവിടുന്ന് ബെഞ്ചിലിരുത്തി അവിടെ അവസരം കിട്ടാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ പതിയെ കയറിയിലേക്കാട്ടിലും സ്പീഡിൽ താഴേക്ക് പോയ ഒരു പ്ലെയറാണ് ജെയിംസ് റോഡ്രിഗസ് അല്ലേ. ഒരു വിവരമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഒന്നിപ്പോൾ. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരവ് അറിയിച്ചിരിക്കുകയാണ്. കൊളംബിയ സ്വന്തം രാജ്യത്തിന് ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അർജൻറ്റീനൻ്റെ മാതിരിയൊന്നുമല്ല. അവർക്കൊക്കെ ഒരു സ്വപ്ന ഫൈനലാണ്. അവരോടൊക്കെ ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ ഫൈനലിൽ കിടക്കുന്നത്. അവർക്കൊരു കപ്പ് കൂടി നേടാനാവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മേലെയൊക്കെ ജെയിംസ് റോഡ്രിഗസിൻ്റെ ഒക്കെ കയ്യിൽ ഒരു കപ്പ് നേടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊളംബിയ ഒരു കപ്പ് നേടുകയാണെന്നുണ്ടെങ്കിലൊക്കെ
അതൊരു ചരിത്രം തന്നെ ആക്കണം. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അവർക്ക് തിരിഞ്ഞും മറിഞ്ഞും നോക്കാനല്ല, അവർ എല്ലാം കൊണ്ടും സെറ്റാണ്, ഒന്നും നോക്കാനല്ല. മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ ഓരോ പൊസിഷനിലും ഒന്നിനൊന്ന് ബെറ്ററായിട്ടുള്ള താരങ്ങളൊക്കെയാണ് ഉള്ളത്. ഡീപ്പോൾ, മെസ്സി, ഡി മരിയ ഉൾപ്പെടെ. ഡി മരിയ ഒക്കെ ഈ ഒരു മാച്ച് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ വിരമിക്കാൻ സാധ്യതയുണ്ട്. ഈ മാച്ചോ അല്ലെങ്കിൽ ഏതായാലും ഇനി അടുത്ത കോപ്പിയിലൊന്നും ഉണ്ടാവാൻ സാധ്യത കമ്മിയാണ്. ഡി മരിയ, മെസ്സി ഉണ്ടാവാനും ചാൻസ് കമ്മിയൊക്കെയാണ്, എന്താ അറിയില്ല. ഏതായാലും നല്ലൊരു അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. അർജൻറ്റീനക്ക് അറിയുമ്പോൾ അവരുടെ ലോകത്ത് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു സമയത്തിലൂടെ അവർ കടന്നു പോകുന്നത്. കഴിഞ്ഞ കോപ്പ നേടി, ഫൈനലിസം ഇറ്റലിനെ തോൽപ്പിച്ചിങ്ങോട്ട് ഫൈനലിസം നേടി, കഴിഞ്ഞ വേൾഡ് കപ്പ് നേടി ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ട്. ഇപ്പോൾ ഈ കോപ്പയിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത, കപ്പെടുക്കാനുള്ള സാധ്യത ഉള്ള ടീമായിങ്ങാണ്ട് അർജൻറ്റീന നിലനിൽക്കുകയാണ്. മെസ്സി ആണെന്നുണ്ടെങ്കിൽ ഒരു വിരമിക്കുന്നതിന് മുന്നേ ഒരു കപ്പ് കിട്ടുമെങ്കിൽ എന്നുള്ള ലെവലിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു താരമായിരുന്നു. അപ്പോൾ അദ്ദേഹം കപ്പ് കൊണ്ട് അമ്മാനം പറഞ്ഞ സമയം എന്ന് വേണമെങ്കിൽ പറയാം, തമാശ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം 3 കപ്പ് ഇപ്പോൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇത് 4ാമത്തെ കപ്പാണ്. കിട്ടും തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഏറ്റവും നല്ല ടീം ഇപ്പോൾ നിലവിൽ ലാറ്റിൻ അമേരിക്കയിലും വേൾഡിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടീം, സെറ്റ് ടീം അർജൻറ്റീന തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഏതായാലും മുൻനിര ടീമുകളായ ബ്രസീൽ, ഉറുഗ്വേ, അർജൻറ്റീന, കൊളംബിയ അങ്ങനത്തെ ടീമാണല്ലോ ലാറ്റിൻ അമേരിക്കയിൽ മെയിനായിട്ടുള്ള. ചിലി പോലുള്ള ടീമുകളൊക്കെയാണ് ഉള്ളത്. അതിലിപ്പോൾ ഇനി അവസാന അംഗത്തിന് ഇറങ്ങുന്ന 2 ടീമുകളാണ് അർജൻറ്റീന, കൊളംബിയ. നല്ലൊരു മത്സരം, അതിൻ്റെ ഒപ്പം നല്ലൊരു ഫോൾ മത്സരമൊക്കെ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നല്ല മത്സരകരം, നല്ല വാശിയേറിയ മത്സരം. കാരണം അർജൻറ്റീന അറിയുമ്പോൾ ഒന്നും നോക്കണ്ടാത്തൊരു ടീമാണ്, നല്ല സെറ്റ് ടീമാണ്. വർഷങ്ങളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ടൊക്കെ അവരുടെ വർഷങ്ങളാണ്. അതിപ്പോൾ ഇനി വേൾഡ് കപ്പിലാണെങ്കിലും കോപ്പ അമേരിക്കയിലാണെങ്കിലും ഒക്കെ. കൊളംബിയ അറിയുമ്പോൾ അത്യാവശ്യം ഫോളൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ്. പിന്നെ അവരുടെ ഒരു സ്വപ്ന ഫൈനൽ കൂടിയാണ്. അവരൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും, ആ ഒരു ലെവലിലുള്ള ടീമാണ്, ജെയിംസിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ടീം. അപ്പോൾ ഏതായാലും 2 ടീമിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഫൈനലിൽ യൂറോ കപ്പിൻ്റെ ഫൈനലും വരാനുണ്ട്. അപ്പോൾ മെസ്സിക്ക് ഇനി വിരമിക്കുന്നതിന് മുന്നേ ഇനി ഏതൊക്കെ ടൂർണമെൻറ്റിൽ അദ്ദേഹം കളിക്കുന്നുണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വിരമിക്കുന്നതിന് മുന്നേ ഓരോ കപ്പെങ്കിലും ഒന്നെങ്കിൽ ഇങ്ങനെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ചേർത്ത് നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു വിരമിക്കൽ, ഇനി മെസ്സി ആണെങ്കിലും ഡി മരിയ ആണെങ്കിലും ഒക്കെ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ ലെവലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ലെവലാണ് ഫുട്ബോൾ ലോകത്ത്. പകരം വെക്കാനില്ലാത്ത താരരാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതായാലും നല്ലൊരു മത്സരം ഫൈനലിൽ കൊളംബിയൻ്റെ ഭാഗത്തു നിന്നും ജീവൻ മരണ പോരാട്ടകരം അവരുടെ ഭാഗത്തു നിന്ന്, കൊളംബിയൻ്റെ ഭാഗത്തു നിന്ന്. അർജൻറ്റീനയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ മത്സരമായിരിക്കാം നിലവിലെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഏതായാലും നമുക്ക് ഇനി ഏതാനും ദിവസങ്ങളിൽ അറിയാം ലാറ്റിൻ അമേരിക്കയുടെ രാജാക്കന്മാരായിരിക്കുമെന്ന് അല്ലേ.